നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോരോ വഴിത്തിരിവുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു വഴിത്തിരിവ് എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ജീവിതം മാറ്റിമറിച്ച ഒരു വഴിത്തിരിവ്. എന്റെ ഗസ്റ്റ് ആയിട്ട് ട്രീസ ഇന്ന് ഇവിടെ വന്നത്. ട്രീസ വേണ്ടതുപോലെ മൈൻഡ് ചെയ്തില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ എന്നും ഇത് തന്നെയാണെന്ന്. അതെ, 2 കൊല്ലമായി ഇവർ ഇങ്ങനെയാ. തമ്മിൽ കാണുമ്പോഴേ വഴക്ക. ഇവരെന്താ ഇങ്ങനെ? അന്നത്തെ ആക്സിഡന്റിന് മുമ്പ് വരെ ഞാൻ ഇത് കേൾക്കുമ്പോൾ ഇറങ്ങിപ്പോകുമായിരുന്നു. പക്ഷേ അന്നത്തെ ആക്സിഡന്റ് എനിക്ക് തന്ന സമ്മാനമാ ഈ വീൽ ചെയർ. ഈ ബെഡ്, കുറച്ച് ബുക്സും, അത്ര തന്നെ. ഇനി ഇതാണ് എൻ്റെ ലോകം. ഈ റൂമിൽ ഞാൻ ഇനി തനിച്ച്. പിന്നെ ഒരു കാര്യം, എനിക്ക് 3 കൂട്ടുകാരുണ്ട്. എൻ്റെ മുറിയിലെ ഈ 3 ജനാലകൾ. ഇത് കണ്ടോ, അമേരിക്കയ്ക്ക് പോയ ജോയിച്ചേട്ടന്റെ സ്ഥലമായത്. ഇതിപ്പോൾ ഇവന്മാരുടെ സങ്കേതവാ. കൂടെ സാധനമാണോ ഉപയോഗിക്കുന്നത്? ഇത് നോക്ക്, മരണമാസ സാധനം ഇച്ചിരി കൂടി പൈസ ഒപ്പിക്കാൻ പറ്റുമോ? കൊടുക്കങ്ങോട്ട്. ഇത് കുട്ടൻ. ആളൊരു മിടുക്കനാ, നന്നായി പടം വരയ്ക്കും. പക്ഷേ there is no one to support him. അതെങ്ങനാ? ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി ഓടി നടക്കുന്ന അമ്മയ്ക്കും കിട്ടുന്ന പൈസയെല്ലാം അച്ചടക്കത്തോടെ ലൈനിൽ നിന്ന് സർക്കാരിന് കൊടുത്തിട്ട് വരുന്ന അച്ഛനും ഇവനെ നോക്കാൻ എവിടെയാ നേരം? ഇത് സിദ്ധുവും ഗൗരി, 2 പേരും അനാഥരാ. സിദ്ധുവിടെ സിസ്റ്റർമാർ നടത്തുന്ന ഒരു ഓർഫനേജിലാ.
ഗൗരി അവളുടെ ഒരു അകന്ന ബന്ധുവിൻ്റെ വീട്ടിലും. ഇവരെന്നും 3 മണിയാവുമ്പം ഇതിലെ നടക്കും. എ റിയൽ ലവ്. ഇവരെ തമ്മിൽ പിരിക്കാൻ ആർക്കും സാധിക്കില്ല. നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഒരു മൊമെന്റ് ഉണ്ട്, ജീവിതം തീർന്നെന്ന് തോന്നുന്ന ആ ഒരു മൊമെന്റ്. അവിടെയാണ് ജീവിതം ശരിക്കും തുടങ്ങുന്നത്. ആ ലൈഫിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം. അവിടെയാണ് നമ്മൾ ജീവിതത്തിൽ ശരിക്കും സക്സസ് ആവുന്നത് തന്നെ. എവിടെ പോയി കിടക്കോടാ അവൻ എത്ര നേരായി? എവിടുന്നേലും പൈസ കൊണ്ടോണ്ട് വരുന്നോണ്ടല്ലേ, അല്ലേ ഇവന് ആരെല്ലാം കൂടെ കൂട്ടു. ദേഹം വരുന്നുണ്ട്. എവിടെ പോയി കിടക്കുവായിരുന്നു? എത്ര നേരായി? പൈസ ഇട്. ചോദിച്ചാ കേട്ടില്ലടാ, പൈസ എടുക്കടാ. ചേട്ടാ അപ്പൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അപ്പൊ നീ കൈയും വെച്ച് വെറുതെ പോന്നല്ലേ? പൈസ ഇല്ലാത്തോണ്ടല്ലേ ചേട്ടാ. അപ്പൻ്റെ ഇപ്പൊ കട്ടണോടാ എവിടുന്നേലും. പൊക്കോണം, മേലവിടെ കണ്ടുപോലും ഇറങ്ങിപ്പോ അവിടുന്ന്. അവനിത് വരുത്തി വെച്ചതാ. നല്ല കുടുംബത്തിൽ പറഞ്ഞ ചെറുക്കനാ. പുതിയ കൂട്ടുകാരെ തേടി പോയതാ. ഒടുവിലത് ഇങ്ങനെ അവസാനിച്ചു. സിദ്ധു, ഗൗരി എന്തിയേ? അറിയത്തില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാ. അല്ല കസിൻസ് വല്ലതും പണിയും വല്ലതും കൊടുത്തു കാണും. ഇനി എന്നായാലും കുറച്ചുകൂടെ നോക്കാം. ഹലോ. കുറെ നാളായല്ലോ കണ്ടിട്ട്. തിരക്കായിരുന്നടാ. ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഒരു അങ്കിളിനെ കുറിച്ച്, ചെന്നൈയിലുള്ള ഒരു ആർട്ടിസ്റ്റ്. അങ്കിൾ ഈ മാളിൽ ഒരു എക്സിബിഷൻ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പിള്ളേർക്ക് വേണ്ടി. എടാ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ മിടുക്കന്മാരായ പിള്ളേരെ വരച്ച ചിത്രങ്ങളൊക്കെ അങ്കിൾ അവിടെ എക്സിബിറ്റ് ചെയ്യും. അതിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യും. 10,000 rupees ക്യാഷ് പ്രൈസും കൊടുക്കും. പിന്നെ അവരെ ആർട്ടിസ്റ്റ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യിപ്പിക്കും. പിന്നെ പഠിത്തമൊക്കെ അവർ തന്നെ നോക്കിക്കോളും. സ്നേഹ, നീ ഇങ്ങോട്ടൊന്ന് വന്നേടാ. ഈ വീട്ടിലൊരു കുട്ടിയുണ്ട്. അവൻ വരച്ച കുറച്ച് പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നീ പറഞ്ഞ ആ എക്സിബിഷനിൽ അവന്റെ കുറച്ച് പടങ്ങൾ വെക്കുവാണെങ്കിൽ സമ്മാനമൊന്നും കിട്ടിയില്ലെങ്കിലും പ്രോത്സാഹനമാവില്ലേ? അതിനിപ്പോ എന്താ? നീ ആദ്യമായിട്ട് പറഞ്ഞ കാര്യമല്ലേ, ഞാൻ പോകുന്ന വഴിക്ക് മേടിച്ചോളാം. ഹലോ അങ്കിൾ, ഒരു അരമണിക്കൂർ ഇപ്പോൾ വരാം. നീ ചോദിച്ച മറ്റേ എക്സൈസ് ഓഫീസിൻ്റെ നമ്പർ എന്താ? അപ്പം ശരി, ഇറങ്ങിയേക്കുക. വേണോ? ഞാൻ വിളിച്ചില്ലേലും ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ വിളിച്ചാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാലോ? എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. സിദ്ധു, ഗൗരി എന്തിയേ? ഇതിപ്പോ 3-4 ദിവസമായല്ലോ. ഇല്ലെന്നേ, ഇതിപ്പോൾ 2-3 ദിവസമായി. ഞാൻ അവിടെ താമസിക്കുന്ന അവിടെ വന്ന് ചെന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഏതോ കസിൻ്റെ വീട്ടിൽ പോയെന്ന് അവർ പറഞ്ഞേ. പക്ഷെ അന്ന് തന്നെ വരണ്ടായിരുന്നു. ഇതിപ്പോൾ 2-3 ദിവസമായി. എന്നാ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല.
അവിടെ വല്ല തിരക്കുമായിരിക്കും. നീ പേടിക്കാതെ, അവളിങ്ങോട്ട് വരും. ഇല്ല ഇല്ല, അതുകൊണ്ടൊന്നുമല്ല. എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ വരാതിരിക്കുന്നതല്ലെന്നേ. ഞാൻ ഒന്നിട്ട് പോയി നോക്കിയിട്ട് വരാം. ഗൗരിയുടെ ഫോട്ടോ. എറണാകുളത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ആസം സ്വദേശി പിടിയിൽ. അനാഥയായ പെൺകുട്ടി ബന്ധുവീട്ടിലായിരുന്നു താമസം. എറണാകുളത്ത് ബന്ധുവീട് സന്ദർശിക്കാനെത്തിയപ്പോഴായിരുന്നു സംഭവം. ബസ് സ്റ്റോപ്പിനടുത്തുള്ള ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പ്രതി കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സിദ്ധു, ഉറക്കായിരുന്നോ? ഏയ് അല്ല. നീയാള് കൊള്ളാലോ. എൻ്റെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ചിട്ട് ഇവിടെയുള്ള എല്ലാ കഞ്ചാവ് എങ്ങനെ ഒഴിപ്പിച്ചല്ലേ. ഇനി നിനക്ക് ഒത്തിരി സന്തോഷം വരുന്നൊരു കാര്യം പറയണം ഞാൻ വന്ന്. എന്താന്ന് മനസ്സിലായോ? എടാ, നീ പറഞ്ഞിട്ട് ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയി. എന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് പിക്ചേഴ്സ് കളക്ട് ചെയ്ത് മാളിൽ കൊണ്ട് എക്സിബിറ്റ് ചെയ്തു. ആ 3 പേരിൽ ഒരാൾ അവനാ. ഇനി നമ്മൾ അവൻ്റെ കാര്യം തിരിഞ്ഞു നോക്കണ്ട, ആർട്ടിസ്റ്റ് അക്കാഡമി നോക്കിക്കോളൂ. നീ കാരണം രക്ഷപ്പെടുന്ന മറ്റൊരാൾ കൂടി. എടാ, ഞാൻ ഇറങ്ങിയേക്കുക. പിന്നെ നാളെ അങ്കിളും കുറച്ച് പേരോട് അവൻ്റെ വീട്ടോട്ട് വരുന്നുണ്ട്. കൂടെ ഞാനും വരാം. അപ്പോൾ ശരി, ഇറങ്ങിയേക്കുക. ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയിൽ നല്ലതും ചീത്തയുമായ വഴിത്തിരിവുകൾ നമ്മൾക്കുണ്ടാവാം. അത് സാധാരണമാണ്. പക്ഷേ അതിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് അസാധാരണമാവേണ്ടത്. എല്ലാത്തിനെയും പോസിറ്റീവായി കാണണം. ജീവിതത്തെ ഒരിക്കലും മടുക്കരുത്. കാരണം നമ്മൾക്ക് ഈ ജീവിതത്തിൽ ഇനിയും ചെയ്യാൻ ഒരുപാട് ബാക്കിയുണ്ടാവും. അത് നമ്മൾ കണ്ടെത്തണം. ലൈഫ് ഇസ് എ റേസ്. ആ റേസിൽ നമ്മൾ ജയിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഒടുവിൽ ജയിക്കണം. എന്നാലല്ലേ നമ്മൾ ഈ ഭൂമിയിൽ കുറേ നാൾ ജീവിച്ചു പോയതിന് എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ടാവുള്ളൂ.